ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് പറയാൻ പോണത് നമ്മുടെ ഫ്യൂവൽ എക്സിൻ്റെ ഒരു റിവ്യൂ ആണ്. ഫ്യൂവൽ എക്സ് ഞാനിതിൽ വെച്ചിട്ടുണ്ട്. ഫ്യൂവൽ എക്സ് പ്രോ ഇതായിരിക്കുന്നു. ഇത് ഞാൻ മേടിച്ച് വെച്ചിട്ട് കുറേ നാളായി. ഒരു 2 വർഷമായി ഞാൻ വാങ്ങിച്ച് വെച്ചിട്ട്. ഞാൻ വണ്ടിയിൽ ഫിറ്റ് ചെയ്തില്ലായിരുന്നു. കാര്യം വേറൊന്നും കൊണ്ടല്ല, വണ്ടി അപ്പോഴും പുതിയതായിരുന്നു. വണ്ടിയിൽ എൻജിൻ കംപ്ലൈൻറ്റോ അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമല്ല. കാരണം നമ്മൾ ഫ്യൂവൽ എക്സ് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഫുള്ള് ആ ഒരു നേച്ചർ മുഴുവൻ മാറി വേറൊരു വണ്ടിയായി മാറുകയാണ്. അപ്പോൾ അതിന് മുമ്പേ 390 അഡ്വഞ്ചർ എന്താണെന്ന്, അതിൻ്റെ സ്റ്റോക്ക് ഫീൽ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി ഞാനത് അപ്പോൾ വെക്കാതെ പിന്നെ കുറച്ച് റൈഡ് ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചതാണ്. പക്ഷേ ഒരുപാട് വൈകിപ്പോയി, ഞാൻ വെച്ചില്ല, മറന്നുപോയി സംഭവം. ഫുള്ള് റൈഡും അല്ലാതെ സ്റ്റോക്കിൽ തന്നെയായിരുന്നു. എന്തായാലും ഞാനിപ്പോൾ വെച്ചിട്ട് എൻ്റെ ഫസ്റ്റ് റൈഡാണിത്. ഞാനിപ്പോൾ വാരണാസി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബാംഗ്ലൂർ കഴിഞ്ഞ് ഹൈദരാബാദിന് ഇടയ്ക്കുള്ള ആ ഒരു സ്ട്രെച്ച് ഉണ്ടല്ലോ, ഒരു ശാന്തമായ സ്ട്രെച്ച്, അവിടെയാണ് സൈക്ലിംഗ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴ് ഫ്യൂവൽ എക്സ് വെച്ചതിന് ശേഷം 10 മാപ്പുണ്ട് ഇതിനകത്ത്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് 7ാമത്തെ മാപ്പിലാണ്. എത്രാമത്തെ മാപ്പാണെന്നൊക്കെ അറിയണമെങ്കിൽ ഇതിന് നെറ്റ് പ്ലസ് അടിക്കുമ്പോൾ ലൈറ്റ് കത്തും. 1, 2, 3 അങ്ങനെ 7 പ്രാവശ്യം കത്തിയിട്ട് ഒരു സെക്കൻഡ് പോസ് ചെയ്ത് രണ്ടാമത് ഒന്നും കൂടി കത്തും. അപ്പം അങ്ങനെ കത്തുമ്പോൾ മാത്രമാണ് അത് സെറ്റാവുന്നത്. ഇല്ലെങ്കിൽ അത് സെറ്റാവില്ല. സെറ്റാവാതെ ഇരുന്നിട്ടില്ല ഇതുവരെ. പക്ഷേ എനിക്കിപ്പോൾ ഇതിൽ കാണാൻ പറ്റില്ല, എൻ്റെ ഫ്യൂവൽ എക്സിൻ്റെ ഈ ലൈറ്റിൽ കത്തുന്നത് അടിച്ചുപോയി. അപ്പോൾ ഇവിടെ എനിക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഫ്യൂവൽ എക്സിൻ്റെ സീറ്റിനടിയിലാണല്ലോ ആ ഒരു ഡിവൈസ് വെച്ചിരിക്കുന്നത്. ആ ഡിവൈസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കത്തുന്ന സെയിം രീതിയിൽ അതിനകത്ത് 2 LED ഉണ്ട്, അത് ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ തുറന്നു വെച്ചിട്ടാണ് ഞാനിപ്പോൾ അത് മാപ്പ് മാറ്റുന്നത്. ഞാൻ ഓടിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാപ്പ് 6ഉം 7ഉമാണ്. 1, 2 എന്ന് പറയുന്നത് ഫുള്ള് ക്ലീനാണ്. ഭയങ്കരമായിട്ട് ഫ്യൂവൽ കുറേ മൈലേജ് കിട്ടുമായിരിക്കും, പക്ഷേ എക്സോസ്റ്റ് ഗ്യാസ് ടെമ്പറേച്ചർ കൂടും, എൻജിൻ കൂടുതലായിട്ട് ഹീറ്റാവും. 3 എന്ന് പറയുന്നത് സ്റ്റോക്കാണ്. പിന്നെ 4, 5, 6, 7 എന്നൊക്കെ പറഞ്ഞത് എല്ലാം റിച്ച് ചെയ്ത് വരുന്നത്. അതായത് നമ്മുടെ എൻജിനകത്തേക്ക് കൂടുതൽ ഫ്യൂവല് പമ്പാവും. അങ്ങനെയാണ് 8, 9, 10 എന്നൊക്കെ പറയുന്ന എക്സ്ട്രീം റിച്ചാണ്. അതിൻ്റെ ആവശ്യം സത്യം പറഞ്ഞാൽ നമുക്കില്ല. ഓഫ് റോഡൊക്കെ പോകുന്നവർക്കും അല്ല ആ ഒരു ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം. പക്ഷേ ഹൈവേ റൈഡിനൊക്കെ എനിക്ക് തോന്നിയത് 6ഉം 7ഒക്കെ തന്നെയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മാറ്റുമ്പോൾ മെയിൻ പ്രത്യേകത വെച്ചാൽ ലോവർ ആൻഡ് ടോർക്ക് അന്യായമായിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇപ്പോൾ 6ലാണ് പോകുന്നത്. മാത്രമല്ല പണ്ടൊക്കെ നമ്മളെ ഇപ്പോഴൊരു 130, 140 ക്രൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തോട്ടിൽ ഫുള്ള് പിടിച്ചു വെക്കണം. ഇതിപ്പോൾ ഇത് തൊട്ടാൽ മതി, ഈ ചെറിയൊരു ത്രോട്ടിൽ തന്നെ നമുക്ക് അങ്ങനെ നല്ല രീതിയിൽ പോകാൻ പറ്റും. ഞാൻ ഇതുവരെ ഫുൾ ത്രോട്ട് ഇതിൽ കൊടുക്കേണ്ടി വന്നിട്ടേ ഇല്ല. ഫുൾ റൈഡും ചെറിയ ത്രോട്ടിൽ തോന്നുന്നു. എപ്പോഴും ഒരു പവർ അവിടെ ഉണ്ടാവും. ഗിയർ എപ്പോഴും ഷിഫ്റ്റ് ചെയ്യേണ്ടി വരില്ല. എൻജിൻ നല്ല കൂളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഫാൻ ഓണാവുന്ന ഫ്രീക്വൻസി നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. മൈലേജും കൂടുന്നുണ്ട് സംഭവം. എനിക്ക് 25-26ഒക്കെയാണ് സിറ്റി കിട്ടിക്കൊണ്ടിരുന്നത്. ഇത് വെക്കുന്നതിന് മുമ്പേ ഹൈവേയിൽ ഞാൻ എത്രത്തോളം പൊളിക്കുന്നോ അത്രയും മൈലേജ് കുറഞ്ഞ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് 23 വരെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. മര്യാദയ്ക്ക് സിറ്റിക്കകത്ത് ഒരു 70-ന് താഴെ, 70, 78, 80-ന് താഴെയൊക്കെ നമ്മളിങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ സിറ്റിക്കകത്ത് എവിടെയാണെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിൽ 31, ബിലീവ് ചെയ്യില്ല, 31 മൈലേജ് കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് റീഡിങ് 31 കാണിക്കുന്നു. ഇതിപ്പോൾ 28.7 കാണിക്കുന്നത്. ഞാനിപ്പോൾ കുറച്ച് ഓവറായിട്ട് പൊളിക്കുന്നില്ല, ഒരു 112 അങ്ങനെ ഒരു റേഞ്ചിലാണ് ഞാൻ ഓടിക്കുന്നത്. അതുകൊണ്ടാണ് 28.7 കാണിക്കുന്നത്. ഇത് ഞാൻ ഈ കോൺസ്റ്റൻ്റായിട്ട് ഇങ്ങനെ പയ്യെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്ത് 30 എത്തും. ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഫ്യൂവൽ എക്സിൻ്റെ ഇതിൽ. ഞാൻ ഫ്യൂവൽ എക്സിൻ്റെ ഇത് മാത്രമല്ല വെച്ചിട്ടുള്ളത്, അതിന് അനുബന്ധമായിട്ട് ഞാൻ എയർ ഫിൽട്ടർ, ഫ്രീ ഫ്ലോ എയർ ഫിൽട്ടർ ക്യാൻ എൻ്റെ വെച്ചിട്ടുണ്ട്. വേറെ ഏതിൻ്റെ ആയാലും ഫ്രീ ഫ്ലോ എയർ ഫിൽട്ടർ ഏതെങ്കിലും വെച്ചാലും കുഴപ്പമില്ല. ക്യാൻ തന്നെ വെക്കണമെന്നില്ല, ഏതായാലും കുഴപ്പമില്ല. സ്റ്റോക്ക് എന്തായാലും വെക്കരുത്. അതുപോലെ തന്നെ സ്പാർക്ക് പ്ലഗിൻ്റെ തന്നെ ഇറിഡിയം സ്പാർക്ക് പ്ലഗാണ് വെച്ചിരിക്കുന്നത്, NGKയുടെ. പിന്നെ അതുപോലെ ഞാനിപ്പോൾ എക്സോസ്റ്റ് മാറിയിട്ടുണ്ട്. ഫ്രീ ഫ്ലോ എക്സോസ്റ്റ് റെഡ് റൂസ്റ്ററിൻ്റെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഫുൾ
ഇത് മാറ്റി ക്യാറ്റ് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വലിയ ചട്ടി പൊളിക്കുന്ന ക്യാറ്റ് ഉണ്ടല്ലോ, അത് റിമൂവ് ചെയ്തിട്ട് ഡയറക്റ്റ് ബ്ലഡ് ക്രിസ്റ്റലിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ആ പൈപ്പ് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ വണ്ടി 2 കാറ്റലിറ്റിക് കൺവെർട്ടറാണുള്ളത്. ഒന്ന് ഫ്രണ്ടിൽ ഒന്ന് ആ ഒരു അണ്ടർ ബെല്ലി വരുന്നതിൻ്റെ അവിടത്തുള്ള അത് മുഴുവനായിട്ട് റിമൂവ് ചെയ്തു. എനിക്ക് സൗണ്ടിന് വേണ്ടിയല്ല ഞാനത് റിമൂവ് ചെയ്തത്, പക്ഷേ ആ സൗണ്ട് നല്ല സ്വീറ്റ് വോയിസാണ്. അതിനകത്തുള്ള ഒരു ഡി ബി കില്ലർ ഊരി മാറ്റാൻ പറ്റുന്നതാണ്, അൺസ്ക്രൂ ചെയ്ത് പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റുന്നതാണ്. അത് മാറ്റിക്കഴിഞ്ഞാൽ നല്ല മുഴക്കമാണ്. പക്ഷെ അത് വെച്ചിട്ട് ഞാനൊന്ന് കുറച്ച് ഓടിച്ച് നോക്കി, അയ്യോ ഭയങ്കര ഇറിറ്റേഷനാണ് ഓടിക്കുന്നവർക്ക് തന്നെ. നമ്മൾ ഹൈവേയിലൊക്കെ ഓടിക്കുമ്പോൾ ഭയങ്കര നമുക്ക് തന്നെ കേൾക്കാതെ അരോചകമായിട്ട് തോന്നും. ഭയങ്കര ഇറിറ്റേഷനാണ്. അവിടെ ഞാൻ തിരിച്ച് ഡി ബി കില്ലർ എടുത്ത് ഫിറ്റ് ചെയ്ത് തിരിച്ച് വെച്ചു. ഇല്ലീഗലാണ്, പക്ഷേ ഹൈവേയിൽ കേരളം വിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഹൈവേയിൽ ഓടിക്കാൻ നല്ല രസമുണ്ട്. നല്ല പഞ്ചി സൗണ്ടാണ്. ബ്ലഡ് ക്രിസ്റ്റലിന് ഇഷ്ടപ്പെട്ടത്, നല്ല ഇഷ്ടപ്പെട്ടത്. എന്തായാലും ഞാൻ ഫ്യൂൽ എക്സിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഒരു ലൈറ്റ് അടിച്ച് പോയി എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി പോളീസാണ്. വണ്ടി ഇതിൽ ഇപ്പോൾ പുതിയ വണ്ടിയാണ്, പുതിയൊരു വണ്ടി ഓടിക്കുന്നൊരു ഫീലാണ്. പഴയ 390 അഡ്വഞ്ചറേ അല്ല. വണ്ടിയുടെ നേച്ചർ കംപ്ലീറ്റ് മാറി. ലോങ് കൊടുക്കുന്നത് നല്ല ടോർക്കാണ്. അതുകൊണ്ട് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്തു. ഫ്യൂൽ എക്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുക, എടുത്ത് കണക്ട് ചെയ്ത് ഉപയോഗിക്കുക. പിന്നെ അതുപോലെ ഇതിൻ്റെ വേറൊരു വേരിയൻ്റുണ്ട്, ലൈറ്റ് എന്നൊരു സാധനം. അതായാലും മതി കേട്ടോ. ഇങ്ങനെ ഇത് പ്രോ തന്നെ മേടിക്കണമെന്നില്ല, കുറച്ച് പ്രൈസും കുറഞ്ഞിരിക്കും ലൈറ്റ് മേടിച്ചു കഴിഞ്ഞാൽ. ലൈറ്റിന് ഡീഫോൾട്ടായിട്ട് 2 മാപ്പേ ഉള്ളൂ. അതായത് ഒന്ന് സ്റ്റോക്ക്, ഒന്ന് മാപ്പ് 7ഓ 6ഓ ആണ്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്, 7ഓ 6ഓ ആണ് അതിൻ്റെ മാപ്പ്. അപ്പോൾ അത് കിട്ടുകഴിഞ്ഞാൽ അത് മാത്രം മതി, ഓട്ടോമാറ്റിക്കായിട്ട് അതെല്ലാം സെറ്റ് ചെയ്തോളൂ. നമ്മളെ ഇങ്ങനെ ഓരോ ടെറയിലും ഇങ്ങനെ കുത്താനൊന്നും നിൽക്കണ്ട. 7ഓ 6ഓ അതിലേതോ ഒരു മാപ്പാണ്. ഞാനൊരു വണ്ടി ഓടിച്ചായിരുന്നു, നല്ല സുഖം. അതേ ഫീലാണ് എനിക്കിപ്പോൾ ഇതിൽ കിട്ടുന്നത്. 7ആണോ 6 ആണോ എന്ന് എനിക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അതിലേതോ ഒരു മാപ്പാണ് ലൈറ്റ് വരുന്നത്. എന്തായാലും നല്ലത്. ലൈറ്റ് മേടിക്കുന്നെങ്കിൽ മേടിക്കാം, പ്രോ മേടിക്കണമെങ്കിൽ പ്രോ മേടിക്കാം. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ലൈറ്റാണ് കേട്ടോ, പ്രോ അല്ല. രണ്ട് യൂസ് വരുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ റീമാപ്പൊക്കെ ചെയ്ത് അങ്ങനെ റൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സ്വന്തമായിട്ട് ട്യൂൺ ചെയ്തൊക്കെ ഓടിക്കാൻ അറിയാമെന്നുള്ളവർ, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഓക്കെ, നമുക്ക് ഇതിനകത്ത് മാപ്പൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യാം. നമ്മളല്ലാതെ സ്റ്റോക്കിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ മാപ്പ് റേസ് ചെയ്ത് അതിൻ്റെ മണ്ടേ കൂടെ ഓവർ റേറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ മറ്റേ മാപ്പ് നഷ്ടപ്പെടും. ഇതാകുമ്പോൾ അങ്ങനെയല്ല. ഇതിൽ 10 മാപ്പുള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ മാപ്പിൽ അസൈൻ ചെയ്ത് വയ്ക്കാനൊക്കെ കേട്ടു. എനിക്ക് ചെയ്യാൻ അറിഞ്ഞൂടാ, ഞാൻ ചെയ്തിട്ടുമില്ല. അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.